ഇന്ന് നമ്മൾ ക്യാരറ്റ് ജ്യൂസാണ് തയ്യാറാക്കുന്നത്. പാല് ചേർക്കാതെയാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഒന്നിച്ച് ചേർക്കുന്നത് ഓറഞ്ചും ചെറുനാരങ്ങയാണ്. ഞാനിവിടെ 2 ഓറഞ്ചും ഒരു വലിയ ക്യാരറ്റും ഒരു ചെറുനാരങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഓറഞ്ചും ക്യാരറ്റും ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓറഞ്ചിൻ്റെയും ക്യാരറ്റിൻ്റെയും തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വലിയൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ക്യാരറ്റാണെന്നുണ്ടെങ്കിൽ 2 ക്യാരറ്റ് വരെ എടുക്കാം. അതേപോലെ ചെറുനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓറഞ്ചും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. നമ്മൾ ഓറഞ്ച് ചേർക്കുന്ന സമയത്ത് ഈ ഒരു ഓറഞ്ചിൻ്റെ കുരു മാറ്റിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജ്യൂസ് നല്ല കയ്പ്പുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓറഞ്ചും ക്യാരറ്റും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് തേനാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേനിന് പകരം പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയോ തേനോ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വീണ്ടും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയൊരു അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നത്. കാരണം നമുക്ക് ഒട്ടും തന്നെ പൊടിയില്ലാത്തൊരു ജ്യൂസാണ് വേണ്ടത്. നമുക്ക് ഈ ഒരു ജ്യൂസ് 2 തവണ അരിച്ചെടുക്കണം. കാരണം ക്യാരറ്റ് ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ചെറിയ തടിതരി പോലെ ഉണ്ടാകും. അപ്പോൾ 2 തവണ അരിച്ചെടുത്താലാണ് നമുക്കിത് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നുക. വീണ്ടും ഒന്നുകൂടി അരിച്ചെടുക്കുക. ഇങ്ങനെ നമുക്ക് 2 തവണ അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ജ്യൂസ് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബേസിൽ സീഡാണ്. ബേസിൽ സീഡ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്. ഈ ഒരു ബേസിൽ സീഡ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി നോക്കുക. നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.